ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇപ്പോൾ നോർമലി ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ക്ലാസ് എടുക്കുന്നവർ പറയാറുണ്ട് സിനിമാ പാട്ട് പഠിക്കലാണ് അവർ. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ആ പാട്ട് പഠിപ്പിക്കുമോ സാർ, ഈ പാട്ട് ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഈ പാട്ട് പഠിപ്പിക്കുമോ, അങ്ങനെയാണ് എല്ലാവരും ചോദിക്കാറ്. പക്ഷേ മ്യൂസിക് എന്നുള്ളത് ഇപ്പോൾ മോർ ദാൻ സിനിമ ഇതിനെക്കാട്ടിലും മ്യൂസിക്കിൻ്റെതായ കുറേ ഭംഗികളുണ്ട്. നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ കുട്ടികളെ നമ്മൾ കുറച്ച് നമ്മുടെ പാഠ്യപദ്ധതിയിൽ, ഞാൻ മാത്രമല്ല ഇപ്പോൾ AR റഹ്മാൻ സാറും ഇളയരാജ സാറൊക്കെ ഇത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, മ്യൂസിക് ഇൻക്ലൂഡ് ചെയ്യണം, അവരുടെ ഒരു കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ സ്കൂൾ സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ. ഇപ്പോൾ നമ്മൾ വേൾഡ് ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക്, ബിക്കോസ് അവിടുത്തെ കുട്ടികൾ ഒരു 10ാം ക്ലാസ് വരെ മ്യൂസിക് പഠിക്കുന്നുണ്ട്, ഐദർ പിയാനോ അല്ലെങ്കിൽ വയലിൻ അല്ലെങ്കിൽ വോക്കൽ ട്രെയിനിങ്, ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക പെയിൻറ്റിങ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സ്ട്രാ അവർ എന്തായാലും പഠിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചും കൂടെ നമുക്ക് ആസ് എ മ്യൂസീഷ്യൻ നമുക്ക് കുറച്ചും കൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആൾക്കാർക്ക് ഈ ആർട്ട് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ചില ആർട്ട് ഗാലറീസ് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വിസിറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ ഒരു ടീച്ചേഴ്സ് പിള്ളേരെ വിളിച്ചിരുത്തി അവർ ഇങ്ങനെ നിലത്തിരുന്ന് ഇങ്ങനെ ഒരു പെയിൻറ്റിങ്ങിനെ പറ്റിയോ ഒരു സ്കൾപ്ചറിനെ പറ്റിയോ എല്ലാം അവർ പറഞ്ഞു കൊടുത്തിട്ടാണ്, അവർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾ അത്രയും എൻജോയ് ചെയ്യാണ്. നാളെ കാലത്ത് എവിടെയെങ്കിലും പോയാലും അവർക്കൊരു വേറൊരു പെയിൻറ്റിങ് കണ്ടാലും അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം കണ്ടാലും അവർ എൻജോയ് ചെയ്യാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോറിൻ കൺട്രീസിൽ പോയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം.